ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള് എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ പുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാടശേഖരങ്ങളാണ് മൊത്തത്തിൽ. അത് നല്ല ഇപ്പോൾ ഈ ഒരു മഴ പെയ്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഈ പാടം, ഈ ഒരു ഇവിടുത്തെ ഒരു കൾട്ടിവേഷണൽ പാട്ടും എല്ലാം. അപ്പോൾ ഈ സ്ഥലത്തേക്ക് എങ്ങനെ വരികയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കോടന്നൂർ, അമ്മാടം, പുള്ള് ആ ചേർപ്പ് ഭാഗത്താണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു സ്ഥലം സിറ്റുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ വീട് ഇവിടെ നിയർ ബൈ ആണ്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്ക് ദൂരം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മുടെ കൊറോണ കാലമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ പോവാം, എങ്ങനെ പോകാമെന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാനും ഇവിടെ വന്നിട്ടില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പുള്ള് പാടം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമുക്കിവിടെ പോകാൻ പറ്റില്ല. ഇനി മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ചെളിയായിട്ടുള്ള വഴിയാണ്. അപ്പോൾ 1-2 സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് വീണ പോലെ പോയി. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അധികം അങ്ങോട്ടേക്ക് പോകണ്ട എന്നുള്ളൊരു പ്ലാനിങ്ങിനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ കാണുന്ന മാതിരില്ല, വെള്ളം ചെറുതായിട്ടുള്ളൂ, പക്ഷേ നന്നായിട്ട് അത്യാവശ്യം നല്ല ടയർ ഇറങ്ങുന്ന സമയത്ത് തെന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി, ഇപ്പോൾ ഹിമാലയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങ് പോവാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് റോഡിങ്ങിന് അത്ര ആപ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ല. ഈ കാണുന്ന പാടാണ്. അവിടെ കുറച്ച് കടകളുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഈ പാടം കാണാൻ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും. ആ ഒരു എന്താ പറയുക, ഗ്രാമീണത ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം.
പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, അത്രയേ ഉള്ളൂ. വൈകുന്നേരങ്ങളിലായിരിക്കും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവും. ആ ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ ഞാൻ കടയുടെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോവാം. അവിടെ പോയിട്ട് അവിടെ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. A few moments later. ചെറുതായിട്ട് വ്ളോഗ് ചെയ്യും, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാ ശരിക്കും? തൃശ്ശൂരുകാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ഡ്യുവൽ ക്യാം മോഡലിംഗ് കമ്പനി. എവിടെയായിരുന്നു? ആലപ്പുഴ, തൃശ്ശൂർ തന്നെ, തൃപ്രയാർ. ഓക്കെ. അപ്പോൾ ആ പേര് മറക്കണ്ട, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ മോഡലിംഗ് ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് പിള്ളേർ, തൃശ്ശൂരിൽ നിന്നുള്ള പിള്ളേർ തന്നെയായിരുന്നു. അപ്പോൾ അവന്മാർ നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് മോഡലൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഈ പുള്ളു പാടത്ത് ചെറിയ ഫോട്ടോഷൂട്ടിങ്ങിന് വന്നതാണ്. അപ്പോൾ അവരതിൻ്റെ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി പ്യുവറായിട്ട് വിട്ടുകൊടുത്തു അവർക്ക്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടിയുടെ അവിടെ നിന്ന് കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ GoPro ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാടത്തിൻ്റെ നടുത്ത് തന്നെയുള്ളൊരു ഏരിയയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ജസ്റ്റ് പായലും കാര്യങ്ങളൊക്കെയാണ് പിടിച്ച് കിടക്കുന്നത് മൊത്തം. അപ്പോൾ ഈ ബോട്ടിൻ്റെ പരിപാടി ഇവിടെ എവിടെയാണ് എന്നുള്ളത് ഒന്ന് നോക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പാടത്തുനിന്ന് പിടിച്ച മീനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു വനം വന്യജീവി വകുപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഇവിടെ ചെറിയ അവരുടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഈ ഒരു സന്ധ്യാസമയമായപ്പോൾ അത് വന്ന് കാണാനും ഈ ഒരു സൺസെറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനും വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ബോട്ടിങ്ങിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ ചെറിയൊരു കല്യാണ ഷൂട്ടിൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അവർ. അപ്പോൾ നോക്കി കാണാൻ വഴിയില്ല. അങ്ങ് ദൂരെ ബോട്ടിങ് അവർ തുഴഞ്ഞങ്ങ് എത്തി. അത് പക്ഷേ എനിക്കൊരു ചെറിയൊരു തിരുത്തുണ്ട്. അതിൻ്റെ ഒരു ഇത് നമുക്കിവിടെ കാണാനില്ല. അത് നമുക്ക് പബ്ലിക്കിന് അലൗഡ് ആണോ ആ ഒരു ബോട്ടിങ് എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഭക്ഷണം മേടിച്ച് കഴിക്കാൻ. ഒരുപാട് പേര് ആ പാലത്തിൻ്റെ അങ്ങതലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കല്യാണ ടീം ഒന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ഫോട്ടോഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കണവരാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാം. ഇവിടെ നല്ലൊരു ഏരിയ ആണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള തണുത്ത കാറ്റും ഇപ്പോൾ പ്രത്യേകിച്ച് അന്തരീക്ഷം നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കൂളായിട്ടിരിക്കണമുണ്ട്. നമുക്ക് നല്ല കാറ്റും ചില സമയങ്ങളിലാണ് ആ നല്ലൊരു പുഷുള്ളൊരു കാറ്റ് വരുന്നത്. അപ്പോൾ ആ നല്ല കാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും കണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ നമ്മൾ നിന്ന് പോകും. അത്രയും അടിപൊളിയായിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ നമ്മൾ വരുമ്പോൾ ഇത്രയും വാസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ഒരു പാടം കിടക്കുന്ന ഭാഗം ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് പുഴയ്ക്കപ്പാടത്താണ്. പുഴയ്ക്കപ്പാടം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ പാടമുണ്ട്. അപ്പോൾ ആ പേരിലാണ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ വേറൊരു ഭാഗമാണ് ഈ പറഞ്ഞ പുള്ള് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഈ ഒരു വാസ്റ്റ് ഏരിയ പാടം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഈ പാടം നിറയെ വെള്ളമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രളയത്തിൻ്റെയൊക്കെ ഒരു സമയത്ത് ഇവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ലെവൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും താഴ്ന്ന ഏരിയയിലായിരിക്കും ഈ ഒരു ഏരിയ കിടക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കൊറോണയ്ക്ക് കാരണം അധികം ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ടൊന്നും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സാറ്റർഡേ ജസ്റ്റ് വീടിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിലേക്ക് വരുന്നു. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അതായത് എൻ്റെ അധികം ഫോളോവേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഉള്ള ഫോളോവേഴ്സിന് എൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ഏരിയ, വീടിൻ്റെ ഒരു ഭംഗിയുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണെന്ന്. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഫാമിലീസും ഒക്കെ വന്ന് നിൽപ്പുണ്ട്. ഫോട്ടോ എടുക്കാനും അതേപോലെ വീഡിയോസ് എടുക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേര് ഞാൻ വരുന്ന വഴിക്ക് തന്നെ വണ്ടി നിർത്തിയിട്ടിട്ട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരാൾക്കാരുടെ ഒരു പുഷ് ഇവിടേക്ക് കാണുന്നുണ്ട്. മേ ബി ഒരു ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ മാസ്ക് നമ്മൾ എടുക്കണം. ആ ഒരു കൊറോണയുടെ ഒരു കേസ് നമുക്ക് ഇപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഓൾ വേൾഡ് എന്ന് തന്നെ പറയാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക തന്നെ വേണം. ഈ പറഞ്ഞ മാസ്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഗവൺമെൻറ്റും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അത് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഈ മാസ്ക് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോയാൽ തന്നെ ഞാൻ പല ഏരിയകളിലും ഇപ്പോൾ ഇവിടെ തന്നെ പല ഏരിയകളിലും ഞാൻ കണ്ടു മാസ്കൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ മാസ്കുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അതെടുത്ത് കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് അണുനശീകരണം ചെയ്ത് അത് നശിപ്പിച്ച് കളയാനുള്ള ഒരു പ്രവണത നമുക്ക് ഉണ്ടാവണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു പുള്ളിൻ്റെ ഭംഗി എല്ലാവരും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. പക്ഷേ നല്ല മഴക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ അധികം നമ്മൾ പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ഓഫ് കോഴ്സ് ഇവിടെ ഇപ്പോൾ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് കാണാം എൻ്റെ ചുറ്റിലും ഒരു 2 കിലോമീറ്റർ പരിസരങ്ങളിലൊന്നും ആൾക്കാരില്ല. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാം, മാസ്ക് ഇല്ലാതെ തന്നെ സംസാരിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ബി സേഫ്. നമുക്ക് ഈ ഒരു കൊറോണയുടെ ഒപ്പം തന്നെ ജീവിക്കേണ്ടി വരും ഇനിയുള്ള കാലങ്ങളിൽ. എത്ര നാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടുത്ത സീരീസ് ഓഫ് വ്ളോഗ്, അതായത് എൻ്റെ ഒരു സ്റ്റോറി, നമ്മളൊരു ബാർസലോണ പോയ എൻ്റെ ഒരു സ്റ്റോറി നമ്മൾ പറയുന്നുണ്ട്. ബാർസലോണ മാത്രമല്ല, സ്പെയിൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ പോയ എൻ്റെ സ്റ്റോറിയും കൂടി നമ്മൾ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ട്രാവൽ വീഡിയോസ്, ഇതേപോലെയുള്ള ചുറ്റുവട്ട കാഴ്ചകൾ എല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ്.